Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. Unity Center for Medical Education, Kaningad. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവരാണോ എന്ന് സമൂഹത്തോട് തുറന്നു പറയണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ചീമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും KP സുരേന്ദ്രന്റെ 35ാം രക്തസാക്ഷിത്വ ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മാത്തിൽ കരിയാപ്പിലെ സാഗർ പേൾ മീൻ കമ്പനി പ്രദേശത്ത് ദുരിതം വിതയ്ക്കുന്നു. മീൻ കമ്പനി അടച്ചുപൂട്ടുക എന്നാവശ്യമുന്നയിച്ച് CPIM മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P. ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസത്തിന്റെ നിറക്കാഴ്ചയായി ചെറുകുന്നിലും ബൊമ്മക്കൊലു ഒരുക്കി നവരാത്രി ആഘോഷം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലൊരുക്കിയ ബൊമ്മക്കൊലു കാണാൻ എത്തുന്നത് നിരവധി ആളുകൾ. മുൻമന്ത്രി PK ശ്രീമതി ടീച്ചറുടെ ഭർത്താവും സാംസ്കാരിക പ്രവർത്തകനും റിട്ടയർഡ് അധ്യാപകനുമായ E. ദാമോദരന് വിട നൽകി നാട്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ പഴയങ്ങാടി അതിയടത്തെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവരാണോ എന്ന് സമൂഹത്തോട് തുറന്നു പറയണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ചീമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും KP സുരേന്ദ്രന്റെ 35ാം രക്തസാക്ഷിത്വ ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധി അതിന്റെ നേതാവായി പ്രവർത്തിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകാൻ CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വം, കേരളത്തിൽ നിന്നുള്ള MA ബേബി പോലും രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ട് അവകാശ സംരക്ഷണ ജാഥയുമായി വോട്ടധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി ജാഥ നയിച്ചപ്പോൾ മലയാളിയായ കേരളീയനായ MA ബേബിയും രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ആനി രാനിയും ബീഹാറിലെത്തി രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു. കാരണം ഇന്ത്യ രാജ്യത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം, അവര് ഇന്ന് ഇന്ത്യയിൽ ഈ രാജ്യത്തെ BJP എതിർക്കാൻ അവർക്ക് കഴിയില്ല. അവരൊരു കാലത്ത് പറഞ്ഞ രാഷ്ട്രീയ മുദ്രാവാക്യം എന്തായിരുന്നു? ബംഗാൾ, കേരളം, ത്രിപുര, ഈ 3 സംസ്ഥാനങ്ങൾ, അതിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞങ്ങൾ ചെങ്കോട്ടയിൽ ചെങ്കൊടി വാണിക്കും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെങ്കിൽ ഇന്ന് ബംഗാളിൽ ആ പാർട്ടി വട്ടപൂജ്യമാണ്. ത്രിപുരയിൽ ആ പാർട്ടിയില്ല. കേരളത്തിലാണെങ്കിലോ ആ പാർട്ടി ഇന്ന് വലിയ പ്രതിസന്ധികളെ നേരിടുകയാണ്. ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ പരസ്യമായി കൂട്ടുനിന്ന CPM നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരല്ല പങ്കെടുത്തതെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു. രാഷ്ട്രീയ കൊലപാതകികൾക്കും അക്രമികൾക്കും എല്ലാ കാര്യത്തിലും സംരക്ഷണം നൽകുന്ന ഭരണകർത്താക്കളായി LDF സർക്കാർ മാറിയെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. കയ്യൂർ ചീമേനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി. KPCC വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ, ശാന്തമ്മ ഫിലിപ്പ്, KV ഗംഗാധരൻ, DCC വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, BP പ്രദീപ് കുമാർ, ജനറൽ സെക്രട്ടറിമാരായ KP പ്രകാശൻ, PV സുരേഷ് കുമാർ, മാമുനി വിജയൻ,
MC പ്രഭാകരൻ, സേവാദൾ ചെയർമാൻ രമേശൻ കരുവാച്ചേരി, ബാലകൃഷ്ണൻ പെരിയ, കെ പ്രകാശൻ, അഡ്വക്കേറ്റ് M വിനോദ് കുമാർ, TV കുഞ്ഞിരാമൻ, ഉമേശൻ വേളൂർ, ജോയ് ജോസഫ്, മടിയൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചീമേനി മുത്തപ്പൻ മടപ്പുര പരിസരത്തു നിന്നും പൊതുസമ്മേളന നഗരിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാത്തിൽ കരിയാപ്പിലെ സാഗർ പേൾ മീൻ കമ്പനി പ്രദേശത്തെ ദുരിതം വിതയ്ക്കുന്നു. കമ്പനിയിൽ നിന്നും പുറപ്പെടുന്ന ദുർഗന്ധം പ്രദേശവാസികളെ പലവിധ രോഗങ്ങൾക്കും മറ്റും അടിമകളാക്കുകയാണ്. മാത്തിൽ കരിയാപ്പിലെ സാഗർ പേൾ മീൻ കമ്പനി പ്രദേശത്ത് ദുരിതം വിതയ്ക്കുന്നു. കമ്പനിയിൽ നിന്നും പുറപ്പെടുന്ന ദുർഗന്ധം പ്രദേശവാസികൾക്ക് മാത്രമല്ല, ചൂരൽ പോലെ ദൂരദേശത്തുള്ളവർക്ക് പോലും ഉപദ്രവമായി മാറുകയാണ്. വളരെ ദുർഗന്ധം നടത്തിക്കൊണ്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടുവരികയാണ്. ഇതിനു മുമ്പും പല പ്രാവശ്യം അധികൃതരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും നമുക്കിവിടെ ജനങ്ങളെ ജീവിക്കാൻ പോലും, നമുക്ക് ഭക്ഷണം കഴിക്കാനോ അതുപോലുള്ള മറ്റു കാര്യങ്ങളൊന്നും നമുക്കിവിടെ സാധിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ശ്വാസം മുട്ട്, തലവേദന പോലെയുള്ള അസുഖങ്ങൾ തങ്ങൾക്കിപ്പോൾ പതിവാണെന്നും ഇവർ പറയുന്നു. ഫാക്ടറിയുടെ മണം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറേ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണിയെടുക്കുന്നുണ്ട്. ശ്വാസം മുട്ടലും ഛർദ്ദിക്കാൻ വരലും ഇങ്ങനത്തെ അനുഭവം കുറേ പ്രാവശ്യം ഉണ്ടായിട്ട് പഞ്ചായത്തിലേക്ക് കുറേ പ്രാവശ്യം വിളിച്ചു. പ്രസിഡന്റിനെ വിളിക്കുമ്പോൾ പറയും അത് ഓഫാക്കിയിട്ടായില്ല ഇപ്പോൾ പണിയെടുക്കുന്നത്. പ്രസിഡന്റിനെ വിളിച്ചപാട് മണം ഉണ്ടാവില്ല, പിന്നെ കുറേ കഴിയുമ്പോൾ മണം ഉണ്ടാവില്ല. കുറേ പ്രാവശ്യം ഇങ്ങനെ വിളിക്കുന്നത്. എച്ച്.ഐനെ വിളിച്ചു എല്ലാം പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ സമരത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങിയാലേക്ക് നടക്കുന്നത്. പഴകിയ മത്സ്യമാണ് ഇവിടെ എത്തിച്ച് പൊടിച്ചും എണ്ണയാക്കിയും മറ്റും കയറ്റുമതി ചെയ്യുന്നത്. ടൺ കണക്കിന് മീൻ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ലോറിയിൽ ഇവിടെ എത്തും. ഇത് സംസ്കരിക്കുന്ന മണം ഗന്ധകത്തിൻ്റെതാണെന്നാണ് പരിസരവാസികൾക്ക് പറയാനുള്ളത്. ഇതുമൂലം ഇവർ അനുഭവിക്കുന്ന യാതനകൾ ചെറുതല്ല. പഴയ മത്സ്യം വില കുറച്ച് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് സംസ്കരിച്ച് അതിൻ്റെ ഓയിലും പൊടിയും അന്യ സംസ്ഥാനത്തേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. വീട്ടിലിരിക്കുവാൻ പോലും സാധിക്കുന്നില്ല. നാട്ടിലാകെ തലവേദന എടുക്കുന്ന ഒരുതരം ഗന്ധം നിറഞ്ഞു നിൽക്കുകയാണ്. കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എൻ്റെ കൊച്ചിന് തീരെ വയ്യാത്തയാണ്, മൂക്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫാക്ടറിയുടെ മണം കാരണം ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ, ഛർദിയൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാത്തിൽ കരിയാപ്പിലെ സാഗർ പേൾ മീൻ കമ്പനി അടച്ചുപൂട്ടുക എന്ന ആവശ്യമുന്നയിച്ച് CPIM മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P. ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ കരിയാപ്പിലെ സാഗർ പേൾ മീൻ കമ്പനി അടച്ചുപൂട്ടുക എന്ന ആവശ്യമുന്നയിച്ച് CPIM ആലപ്പടമ്പ ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കമ്പനിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കരിയാപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കമ്പനിയുടെ മുന്നിൽ നടന്ന ധർണാ സമരം CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ സ്ഥാപനം ഇവിടെ വരുന്ന സന്ദർഭത്തിൽ തന്നെ മീൻ കമ്പനി എന്നുള്ള നിലക്കാണ് സാഗർ എന്ന പേരോടുകൂടി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായി പഞ്ചായത്താണ് സ്വാഭാവികമായി അതിൻ്റെ പെർമിഷൻ എന്നുള്ള വിലക്ക് നൽകേണ്ടത്. പഞ്ചായത്തിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ അപകടം കൃത്യമായി മനസ്സിലാക്കി പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ആലോചിക്കേണ്ട കേന്ദ്രങ്ങളിൽ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും അനുമതി കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ചടങ്ങിൽ P. അജിത് കുമാർ അധ്യക്ഷനായി. ദുർഗന്ധം പരത്തി ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഗർ പേൾ മീൻ കമ്പനി അടച്ചുപൂട്ടുക, ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. T. തമ്പാൻ, N. K. രാജൻ, രതീഷ് വൈക്കത്ത്, കമലാക്ഷൻ, മനോഹര ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പെരുമ്പപ്പുഴ കടന്നെത്തുന്ന കാറ്റിന്റെ തലോടൽ, കാപ്പാടുചിറയിലെ കുഞ്ഞോളങ്ങൾ, ഇടനേരങ്ങൾ ഉല്ലാസഭരിതമാക്കാൻ ഒരിടം, പയ്യന്നൂർ നഗരത്തിലെ പ്രഥമ വിനോദസഞ്ചാര കേന്ദ്രം. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുമായി കൊട്ടിഘോഷിച്ചു തുടങ്ങിയ കാപ്പാട് തണൽ ഇക്കോ പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ആരും കഷ്ടമെന്നേ പറയൂ. അധികൃതർക്ക് മനസ്താപമുണ്ടെങ്കിൽ പരിഹാര നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. കേരളത്തിൽ പുത്തൻ പുതിയ ടൂറിസ്റ്റ് പദ്ധതികളും ആശയങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാകട്ടെ നശിച്ചു പോകുന്നത് അധികൃതർ കാണുന്നുമില്ല. പറഞ്ഞു വരുന്നത് മറ്റെങ്ങുമല്ല, പയ്യന്നൂരിൻ്റെ ടൂറിസം പദ്ധതികൾക്ക് പ്രതീക്ഷ നൽകിയ പയ്യന്നൂർ കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കുറിച്ചാണ്.
പയ്യന്നൂരിലെ പ്രശസ്തമായ കാപ്പാട് തണൽ ഇക്കോ പാർക്കിൽ ചുറ്റിയടിച്ചുല്ലസിച്ച് ക്ഷീണം കൊണ്ട് തളർന്നുറങ്ങുകയാണിവർ. ഈ ടൂറിസം കേന്ദ്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരക്കാർ മാത്രമാണ് ഇവിടെ ഉല്ലസിക്കാനായി എത്താറുള്ളത്. ഇനി ഇവിടത്തെ ഇപ്പോഴത്തെ പ്രത്യേകതകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. പയ്യന്നൂരിലെ പെരുമ്പാപ്പുഴയോരത്തെ കാപ്പാട് കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മേൽനോട്ടത്തിൽ 2018 പ്രവർത്തനം ആരംഭിച്ച കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസം പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഇനി ബഹുമാനപ്പെട്ട അധികൃതരോട്, ഇവിടെ വെയിലും മഴയുമേറ്റ് വെള്ളത്തിൽ മുങ്ങിയും തകർന്നും കിടക്കുന്നവ കാണുമ്പോൾ സങ്കടമുണ്ട്. അത് നമുക്ക് മാത്രമല്ല, ഇതുവഴി കടന്നുപോകുന്ന ഓരോ ജനത്തിനും. കാരണം ഈ നശിച്ചു പോകുന്നതും ജനങ്ങളുടെ നികുതിപ്പണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഉത്തരവാദിത്തപ്പെട്ടവർ വല്ലപ്പോഴും ഒന്നിവിടം വരെ വന്ന് സ്ഥിതിഗതികൾ കണ്ടറിയണം. മനസ്താപമുണ്ടെങ്കിൽ പരിഹാര നടപടികൾ കൈക്കൊള്ളണം. എത്രയെത്ര നല്ല സ്ഥലങ്ങളാണ് ഇതുപോലെ നശിച്ചു പോകുന്നത്. ഉള്ളതാദ്യം ശരിയാക്കൂ. ഉള്ളത് നന്നാക്കിയിട്ട് പോരെ അടുത്ത പുതിയതിൻ്റെ പുറകെ പോകുന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. വിശ്വാസത്തിന്റെ നിറക്കാഴ്ചയായി ചെറുകുന്നിലും ബൊമ്മക്കൊലു ഒരുക്കി നവരാത്രി ആഘോഷം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ ഒരുക്കിയ ബൊമ്മക്കൊലു കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയത്തിന്റെ പ്രതീകങ്ങളായി ബൊമ്മകൾ നിരക്കുമ്പോൾ അവയിൽ നവരാത്രി സന്ദേശവും നിറയുകയാണ്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒരുക്കാറുള്ള ബൊമ്മക്കൊലു ഏറെ മനോഹരമായ കാഴ്ചയാണ്. പ്രത്യേക ആചാരങ്ങളും ചടങ്ങുകളും ബൊമ്മക്കൊലു ഒരുക്കുന്നതിന് പിറകിലുണ്ട്. 3, 5, 7, 9 എന്നിങ്ങനെ ഒറ്റസംഖ്യ വരുന്ന പടികൾ കെട്ടി അതിൽ ദേവീദേവന്മാരുടെയും സകല ചരാചരങ്ങളുടെയും ചെറിയ പ്രതിമകൾ നിരത്തുന്നു. മരപ്പാച്ചി, കാർത്തിക പൊങ്കൽ, ശരവണപ്പൊയ്ക, ദശാവതാരത്തിലെ വിവിധ രൂപങ്ങൾ, ആചാര്യന്മാർ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. വർഷങ്ങൾക്ക് മുൻപ് ചെറുകുന്നിലെത്തിയ തമിഴ് ബ്രാഹ്മണ കുടുംബമാണ് PK രാജന്റേത്. കാലങ്ങളായി നവരാത്രി ആഘോഷത്തിൽ പങ്കുചേർന്ന് ആചാരപൂർവ്വം ഇവർ ബൊമ്മക്കൊലു ഒരുക്കുന്നു. കാണാനെത്തുന്നവർക്കും ഇത് കൗതുകവും അതിശയവും ഭക്തിയും നിറയ്ക്കുന്ന കാഴ്ചയാണ്. സ്ത്രീകളാണ് ബൊമ്മക്കൊലുവിന് പൂജകൾ ചെയ്യേണ്ടത്. െല്ലാം വെക്കണം. ഇതിന് നവരാത്രിന്റെ സമയത്ത് എല്ലാ ജീവികൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ എല്ലാവിധം സ്ത്രീകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് കാർത്തിക പെങ്കൾ എന്ന് പറഞ്ഞിട്ട് പറയും. ഇവര് ആറ് പേര് ഇത് ഇവര്. പിന്നെ ഗണപതി, പിന്നെ 7 ഗണപതിന്റെ അവതാരം, പിന്നെ അഷ്ടലക്ഷ്മി. ഇത് മരപ്പാച്ചി എന്ന് പറയും. കുംഭമാണ് ആദ്യം വെക്കേണ്ടത്. ഇത് മരപ്പാച്ചി എന്ന് പറയും. രണ്ടാമത് ദശാവതാരം. ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ പൂജ, ഒരു 6 മണിക്ക് പൂജ ചെയ്യും. അത് കഴിഞ്ഞാൽ വൈകുന്നേരം രാവിലെ വിളക്ക് കത്തിച്ചിട്ട് പൂജ കഴിഞ്ഞാൽ നേദിക്കും, എന്തെങ്കിലും വെച്ചിട്ട് നേദിക്കും. 96 വയസ്സുള്ള അമ്മയാണ് ഇന്നും കോലം വരയ്ക്കുന്നതും ബൊമ്മക്കൊലു ഒരുക്കുന്നതും. ആദ്യത്തെ 3 ദിവസങ്ങൾ ദുർഗയ്ക്കും അടുത്ത 3 ദിവസങ്ങൾ ലക്ഷ്മിക്കും തുടർന്നുള്ള 3 ദിവസങ്ങൾ സരസ്വതിക്കുമാണ് പൂജകൾ ചെയ്യുന്നത്. വിവിധ ചടങ്ങുകളാണ് നവരാത്രി ബൊമ്മക്കൊലുവിൽ ഉൾപ്പെടുന്നത്. ബൊമ്മക്കൊലു കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകി മാത്രമേ വിടുകയുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുൻമന്ത്രി PK ശ്രീമതി ടീച്ചറുടെ ഭർത്താവും സാംസ്കാരിക പ്രവർത്തകനും റിട്ടയർഡ് അധ്യാപകനുമായ E ദാമോദരന് വിട നൽകി നാട്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ പഴയങ്ങാടി അതിയടത്തെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റും മുൻ മന്ത്രിയുമായ PK ശ്രീമതിയുടെ ഭർത്താവ് E ദാമോദരൻ നമ്പ്യാർക്ക് നാട് വിട നൽകി. ആയിരങ്ങളാണ് ഇന്നലെയും ഇന്നുമായി അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയത്. PK ശ്രീമതിയുടെ രാഷ്ട്രീയ രംഗത്തെ പടിപടിയായുള്ള വളർച്ചയിൽ എന്നും ഒപ്പമുണ്ടായിരുന്നു ദാമോദരൻ നമ്പ്യാർ. അധ്യാപക സംഘടനയായ KGTA പ്രവർത്തകനായിരുന്നു. കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ദാമോദരൻ നമ്പ്യാർ മികച്ച നാടക പ്രവർത്തകനാണ്.
നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ച ഇദ്ദേഹം മികച്ച സഹകാരി കൂടിയാണ്. PK ശ്രീമതി വിവിധ ചുമതലകളുമായി തിരക്കിലായപ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകനായി ചേർന്നു നിന്നു ദാമോദരൻ നമ്പ്യാർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു അന്ത്യം. രാവിലെ 11 മണിയോടെ അതിയടത്തെ വസതിയിൽ മൃതദേഹം എത്തിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, P ജയരാജൻ, AA റഹീം MP, P സന്തോഷ് കുമാർ MP, MLA-മാരായ KV സുമേഷ്, M വിജിൻ, TI മധുസൂദനൻ, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, DYP അഖിലേന്ത്യാ സെക്രട്ടറി ഹിമാഗ്ന രാജ് ഭട്ടാചാര്യ, കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്സി തോമസ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി N സുകന്യ, മുൻ MP P കരുണാകരൻ, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാവിലെ 11 മണിയോടെ അതിയടം പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് വെള്ളറങ്ങൽ 4-1 റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. പ്രവൃത്തിക്കായി 50 ലക്ഷം രൂപയാണ് സർക്കാർ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ചത്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വെള്ളറങ്ങൽ 4-1 റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ താഹിറ KP റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSTP റോഡ് വെള്ളറങ്ങലിൽ നിന്നാരംഭിച്ച് മഠത്തിൽ 4-1 റോഡിൽ അവസാനിക്കുന്ന 950 മീറ്റർ നീളത്തിലുള്ള റോഡ് 3.80 മീറ്റർ വീതിയിൽ ടാറിംഗ് ചെയ്ത് സൈഡ് കോൺക്രീറ്റ് പ്രവൃത്തിക്കുമായി 50 ലക്ഷം രൂപയാണ് സർക്കാർ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ചത്. പഞ്ചായത്ത് മെമ്പർ KV അജേഷ്, വൈസ് പ്രസിഡന്റ് PV സജീവൻ, വാർഡംഗങ്ങളായ CH പ്രദീപ് കുമാർ, TE നിർമ്മല, K അനിത, PL ബേബി, K മോഹനൻ, OB പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് BMS പയ്യന്നൂർ മേഖലയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് KV ജഗദീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങിയിട്ട് 1.5 വർഷക്കാലമായി എന്നും പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിലെ തൊഴിലാളികളുടെ DA 35% കുടിശ്ശികയായി കിടക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ DA 17% കുടിശ്ശികയായി കിടക്കുന്നു. ദേവസ്വം ജീവനക്കാർക്ക് ഏകീകൃത ശമ്പള പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പദയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BMS ജില്ലാ പ്രസിഡന്റ് KV ജഗദീശൻ സംസാരിച്ചു. പയ്യന്നൂർ കൊറ്റിയിൽ നിന്നും ആരംഭിച്ച പദയാത്രയ്ക്ക് പെരുമ്പയിൽ സ്വീകരണം നൽകി. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന സമ്മേളനം NGO സംഘ് സംസ്ഥാന സമിതി അംഗം PK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിന്റെ ഭരണം എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്ന തൊട്ട് 2016 പിണറായി സർക്കാരിന്റെ തുടക്കം വരെയുള്ള 59 വർഷത്തെ കേരളത്തിന്റെ മൊത്തം കടം 1.5 ലക്ഷം കോടി രൂപയാണ്. മാറി മാറി ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിന് വെച്ചിരിക്കുന്ന കടം 1.5 ലക്ഷം കോടി രൂപയാണ്. 2016 അധികാരത്തിലേറിയ ബഹുമാനപ്പെട്ട പിണറായി സർക്കാർ 2016 തൊട്ട് 2025 വരെ 9 വർഷം ഭരിക്കുമ്പോഴേക്ക് ആ കടം 9 ലക്ഷം കോടി തുകയായി മാറിയിരിക്കുന്നു. തളരുന്ന കേരളം വളരുന്ന ഇടതു മുതലാളിത്തം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് S സജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ പ്രസിഡന്റ് K മുരളി, സെക്രട്ടറി സിജിത്ത് V, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശൈലേഷ് K തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ആരാധന മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സുവനീറിന്റെ താരിഫ് പ്രകാശന ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ നടന്നു. ചലച്ചിത്ര താരം അഭിരാമി ഭാർഗവൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സുവനീറിന്റെ താരിഫ് പ്രകാശനം ചലച്ചിത്ര താരം അഭിരാമി ഭാർഗവൻ നിർവഹിച്ചു. എനിക്കിവിടെ വന്ന് എത്തിച്ചേരാൻ പറ്റിയ ആദ്യം തന്നെ എൻ്റെ പെരുമാൾ നന്ദി. പെരുമാളുടെ അനുഗ്രഹമില്ലാതെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല.
പിന്നെ എന്നിവിടെ ക്ഷണിച്ച സംഘാടക സമിതിയോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പയ്യന്നൂർ അമ്പലം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും അന്യമല്ല, എന്റെ സ്വന്തമാണ് പെരുമാളും പയ്യന്നൂർ. ഞാൻ എല്ലാ ദിവസവും പെരുമാളെ കാണാൻ ഞാൻ എവിടെ പോകാറില്ല. അപ്പോൾ ഒരുപാട് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ AV മാധവ പൊതുവാൾ ഏറ്റുവാങ്ങി. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ VP സുമിത്രൻ അധ്യക്ഷത വഹിച്ചു. രാമനാഥൻ മാസ്റ്റർ, ട്രസ്റ്റി അംഗം P സുരേഷ് ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ KP സുനിൽകുമാർ, സുവനീർ കമ്മിറ്റി ചെയർമാൻ CK പ്രമോദ്, അത്തായി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 16 മുതൽ 30 വരെയാണ് ആരാധന മഹോത്സവം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രഥമ KV വേണുഗോപാലൻ സ്മാരക കായിക പ്രതിഭാ പുരസ്കാരം സരോജിനി തോലാട്ടിന് സമ്മാനിച്ചു. പയ്യന്നൂർ CRM ഇൻഡോർ കോർട്ടിൽ രണ്ടാമത് KV വേണുഗോപാലൻ മെമ്മോറിയൽ ഉത്തര കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് വേദിയിൽ നഗരസഭാ ചെയർമാൻ KV ലളിത പുരസ്കാരം സമ്മാനിച്ചു. പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ KV വേണുഗോപാലന്റെ കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ പ്രഥമ KV വേണുഗോപാലൻ സ്മാരക കായിക പ്രതിഭാ പുരസ്കാരം സരോജിനി തോലാട്ടിന് സമ്മാനിച്ചു. 10,001 രൂപയും മൊമന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. പയ്യന്നൂർ CRM ഇൻഡോർ കോർട്ടിൽ രണ്ടാമത് KV വേണുഗോപാലൻ മെമ്മോറിയൽ ഉത്തര കേരള പ്രൈസ് മണി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് വേദിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പുരസ്കാരം സമ്മാനിച്ചു. പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സ് രക്ഷാധികാരി KV ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ K സുധാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അകാലത്തിൽ പൊലിഞ്ഞുപോയ ബാഡ്മിന്റൺ താരങ്ങളായിരുന്ന K പ്രകാശൻ, PV പ്രസാദ്, K മധുസൂദനൻ, AP അബ്ദുൽ സലാം ഹാജി, P സതീശൻ എന്നിവരെ ചടങ്ങിൽ അനുസ്മരിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ V ബാലൻ, കൗൺസിലർ മണിയറചന്ദ്രൻ, NV ഫൽഗുനൻ, നൌഷാദ് വെള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ടൗൺ സ്ക്വയറിലെ സ്റ്റേജും സ്റ്റേജിലുണ്ടായിരുന്ന വെള്ളരിപ്രാവിന്റെ ശില്പവും നഗരസഭ പൊളിച്ചു നീക്കി. ടൗൺ സ്ക്വയറിന്റെ നവീകരണത്തിനായാണ് ഇവ പൊളിച്ചു നീക്കിയത്. സമാധാന സന്ദേശമുയർത്തി ടൗൺ സ്ക്വയറിൽ നഗരസഭ നിർമ്മിച്ച വെള്ളരിപ്രാവിന്റെ ശില്പം നഗരസഭ പൊളിച്ചു നീക്കി തുടങ്ങി. ടൗൺ സ്ക്വയർ നവീകരണത്തിനായി സ്റ്റേജ് പൊളിക്കുന്നതിനൊപ്പമാണ് വെള്ളരിപ്രാവിന്റെ ശില്പവും പൊളിക്കുന്നത്. ശില്പത്തിന്റെ ഒരു ചിറക് ശനിയാഴ്ച പൊളിച്ചു നീക്കി. ശില്പി കൂക്കാനം സുരേന്ദ്രനാണ് കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് ശില്പം സ്റ്റേജിന്റെ ചുമരിൽ നിർമ്മിച്ചത്. പയ്യന്നൂരിലെത്തുന്ന ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞതാണ് ശില്പം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോടിയേരി സ്മൃതിയും ഫോട്ടോ പ്രദർശനവും ഒക്ടോബർ 1 മുതൽ 4 വരെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് വിപുലമായി ആചരിക്കും. ഒക്ടോബർ 1 വൈകുന്നേരം 5 മണിക്ക് സാംസ്കാരിക വകുപ്പ് മുൻ മന്ത്രി AK ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഭ്യന്തരമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ 3ാം ചരമവാർഷികം ഒക്ടോബർ 1 മുതൽ 4 വരെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് വിപുലമായി ആചരിക്കുന്നു. സമകാലികമായ വിഷയങ്ങളിലുള്ള പ്രഭാഷണ പരമ്പരയും കോടിയേരിയുടെ പൊതുപ്രവർത്തന ജീവിതത്തിൽ നിന്നും സെൽവൻ മേലൂർ പകർത്തിയ ഫോട്ടോ പ്രദർശനം, വിവിധ കലാപരിപാടികൾ എന്നിവ ഓരോ ദിവസവും ഉണ്ടായിരിക്കും. ഒക്ടോബർ 1 വൈകുന്നേരം 5 മണിക്ക് സാംസ്കാരിക വകുപ്പ് മുൻ മന്ത്രി AK ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ P സന്തോഷ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, V കുഞ്ഞികൃഷ്ണൻ, സരിൻ ശശി എന്നിവർ പങ്കെടുക്കും. തുടർന്ന് പ്രിൻസ് മൈക്കിൾ നയിക്കുന്ന ഹൃദയരാഗമായി സംഗീതരാവ്. ഒക്ടോബർ 2 എതിർദിശ പത്രാധിപർ സുരേഷ് കുമാർ PK അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ വിനോദ് കൃഷ്ണ ഗാന്ധി തിളക്കങ്ങൾ കളങ്കങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. തുടർന്ന് കോക്കാട് നാരായണൻ അവതരിപ്പിക്കുന്ന ഫ്രണ്ട് സ്റ്റേജിന്റെ നാടകം ഒടുക്കം അരങ്ങേറും. ഒക്ടോബർ 3 പ്രശസ്ത പ്രഭാഷകൻ അനിൽ ചേലമ്പ്ര ജനാധിപത്യം തെളിയുന്നതും മായുന്നതും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. AV രഞ്ജിത്ത് യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കും. തുടർന്ന് ജോയ് മാസ്റ്റർ അവതരിപ്പിക്കുന്ന മ്യൂസിക് ഫ്യൂഷൻ. അവസാന ദിവസമായ ഒക്ടോബർ 4 മുൻ MLA C കൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ പ്രഭാഷകനും കവിയും എഴുത്തുകാരനുമായ PN ഗോപികൃഷ്ണൻ ഭരണഘടനയെ ഭയക്കുന്നതാര് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. സമാപന സമ്മേളനത്തിൽ വെച്ച് സെൽവൻ മേലൂരിന് V നാരായണൻ ഉപഹാരം നൽകും. പുരോഗമന കലാസാഹിത്യ സംഘം, ലൈബ്രറി കൗൺസിൽ, ദൃശ്യ പയ്യന്നൂർ എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് 4 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ P സന്തോഷ്, K ശിവകുമാർ, സന്തോഷ് കുമാർ VP, M ശശിമോഹൻ, K കമലാക്ഷൻ,
VP സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനവും സമ്മാനദാനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി. സെപ്റ്റംബർ 15 മുതൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കായിക മത്സരവും ഫുട്ബോൾ മത്സരവും പെരളം UP സ്കൂൾ ഗ്രൗണ്ട് കൊഴുമലിൽ വെച്ചും, വടംവലി മത്സരം പലിയേരിയിൽ വെച്ചും, കബഡി മത്സരം കുണേനിൽ വെച്ചും, ഷട്ടിൽ മത്സരം A1 ക്ലബിൽ വെച്ചും, കലാമത്സരങ്ങൾ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു. അത്ലറ്റിക് മത്സരത്തിൽ 1ാം സ്ഥാനം വി ബ്രദേഴ്സ് കോട്ടൂലും 2ാം സ്ഥാനം പെരളം ദേശീയ കലാസമിതിയും നേടി. കലാമത്സരത്തിൽ 1ാം സ്ഥാനം പെരളം ദേശീയ കലാസമിതിയും 2ാം സ്ഥാനം കനവ് തോട്ടിച്ചാലും കരസ്ഥമാക്കി. പെരളം ദേശീയ കലാസമിതി കേരളോത്സവം 2025 ഓവറോൾ കിരീടം നേടി. വിജയികൾക്കുള്ള ട്രോഫി, സർട്ടിഫിക്കറ്റ് എന്നിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു വിതരണം ചെയ്തു. ചടങ്ങിൽ എ ഷീജ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, C ബാലകൃഷ്ണൻ, PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, E പ്രഭാവതി, K പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സർഗ ഫിലിം സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കൈരളി മിനി ഹാളിൽ ജോൺ ചലച്ചിത്ര പ്രദർശനം നടന്നു. ചിത്രത്തിന്റെ സംവിധായകനും പ്രശസ്ത സിനിമാ നിരൂപകനുമായ പ്രേംചന്ദ് ഉദ്ഘാടനം ചെയ്തു. സർഗ ഫിലിം സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കൈരളി മിനി ഹാളിൽ നടന്ന ജോൺ ചലച്ചിത്ര പ്രദർശനം ചിത്രത്തിന്റെ സംവിധായകനും സിനിമാ നിരൂപകനുമായ പ്രേംചന്ദ് ഉദ്ഘാടനം ചെയ്തു. സൗഹൃദങ്ങളിലൂടെ ഇത്രയധികം യാത്രകൾ നടത്തുകയും അത്രയധികം മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചിത്രങ്ങളെ സ്വാധീനിക്കുകയും സിനിമ കാണാനുള്ള രീതികളെ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്ത മറ്റൊരു ചരിത്രകാരൻ മലയാള സിനിമയിലുണ്ട് എന്ന് വ്യക്തിപരമായി ഞാൻ വിചാരിക്കുന്നു. വളരെ യാദൃശ്ചികമായി കാലത്തിന് ചാൻസിൻ്റെ ഒരു എലമെന്റ് വളരെ കൂടുതലാണ്. പയ്യന്നൂരിലാണ് ജനിച്ചതെങ്കിൽ ഗുണപ്രാവുമായിരുന്നു ഈ ഒരു ബന്ധം വ്യക്തിപരമായിട്ട് ഉണ്ടാക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യം. കോഴിക്കോട്ട് അത് 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ ഉള്ള സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജോൺ ചലച്ചിത്രത്തെക്കുറിച്ച് എഴുത്തുകാരനും ചലച്ചിത്ര നിരൂപകനുമായ P പ്രേമചന്ദ്രൻ സംസാരിച്ചു. സർഗ പ്രസിഡന്റ് PM ബാലകൃഷ്ണൻ, സെക്രട്ടറി TK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജോൺ ചലച്ചിത്ര പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവം 2025 ക്യാമ്പയിനിന്റെയും സ്വച്ഛ് ഭാരത് ദിനാചരണത്തിന്റെയും ഭാഗമായി പയ്യന്നൂർ നഗരസഭയിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ KV ലളിത ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷസ്ഥാനം വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത, C ജയ, ബാലൻ, വിശ്വനാഥൻ, കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ എന്നിവർ സംസാരിച്ചു. ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ MP, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ R സബിത, അനീഷ് ലാൽ T, ശ്യാം കൃഷ്ണൻ OK, വിധു TV, അജിത KV, ശുചിത്വ മിഷൻ YP, ഹൃദ്യമോൾ ഹരീന്ദ്രൻ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർ സജീവമായി പങ്കെടുത്തു. പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ഉറവിട തലത്തിൽ തന്നെ മാലിന്യ വേർതിരിവ് നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയും പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും കേരളം ലക്ഷ്യമിടുന്ന ശുചിത്വവും ഹരിതവും നിറഞ്ഞ മാലിന്യമുക്ത നവകേരളം എന്ന സ്വപ്നം സഫലമാക്കാൻ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ് മുഖ്യശക്തിയെന്ന് പരിപാടിയിൽ പ്രമേയമായി ഉയർത്തിക്കാട്ടി. പൊതുജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടെ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ, പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണ ഫ്ലാഷ് മോബ്, ചുമർചിത്രങ്ങൾ തുടങ്ങി നിരവധി പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടന്നത്. ക്യാമ്പയിൻ ഔദ്യോഗികമായി സമാപിച്ചെങ്കിലും ശുചിത്വവും സുന്ദരവുമായ പയ്യന്നൂർ ഉറപ്പുവരുത്തുന്നതിന് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീ സത്യസായി ബാബയുടെ 100ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാധവസേവ മാനവസേവ എന്ന ആപ്തവാക്യവുമായി ആരംഭിച്ച സത്യസായി പ്രേമ പ്രവാഹിനി രഥ എഴുന്നള്ളത്തിന് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്.
ശ്രീ സത്യസായി ബാബയുടെ 100ാം ജന്മവാർഷികാഘോഷ ഭാഗമായി മാധവസേവ മാനവസേവ എന്ന ആപ്തവാക്യവുമായി ആരംഭിച്ച സത്യസായി പ്രേമവാഹിനി രഥയെഴുന്നള്ളത്ത് കേരളത്തിൽ പ്രയാണം ആരംഭിച്ചു. ഈ വർഷം ഏപ്രിൽ 24-ന് പുട്ടപർത്തിയിൽ നിന്നും 6 രഥങ്ങളാണ് പ്രയാണം ആരംഭിച്ചത്. വയനാട് വഴി ഓഗസ്റ്റ് 25-നാണ് രഥഘോഷയാത്ര കേരളത്തിലെത്തിയത്. സത്യസായി പ്രേമവാഹിനി രഥയെഴുന്നള്ളത്തിന് പയ്യന്നൂർ സത്യസായി സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വാമി ആനന്ദതീർത്ഥ ആശ്രമത്തിൽ സ്വീകരണമൊരുക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക ഹൃദയ ദിനത്തിൽ CPR പരിശീലനവുമായി അഗ്നിശമന സേന. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസും CPR പരിശീലനവും നൽകി. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദയാഘാത സമയത്തെ പ്രഥമ ശുശ്രൂഷ CPR പരിശീലനം നൽകി. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ചാണ് പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസും CPR പരിശീലനവും നൽകിയത്. അത് 30 തവണ ഇങ്ങനെ അമർത്തണം. അത് ശരീരത്തിന്റെ 1/3 ഭാഗം അമരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യണം. അതേസമയം നോക്ക്, ഇതേ ചെയ്യുമ്പോൾ എന്തേന് ഇയാളുടെ ശരീരത്തിന് മുഴുവൻ ഭാരവും ഈ കൈയിലൂടെ ഇവിടെ വന്നു. കൈ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, ഒരു കാരണവശാലും കൈ ബെൻഡ് ചെയ്യരുത്. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ തോമസ് ഡാനിയൽ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ N മുരളി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വിനീഷ് യു, അരുൺ K നമ്പ്യാർ, ഗിരീഷ് ആർ, ജൂബിൻ A ജോണി, ലിജീഷ് UK, ഹോംഗാർഡ് രാജീവൻ M, സിവിൽ ഡിഫൻസ് വളണ്ടിയർ സിനാൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബിരുദാനന്തര കോഴ്സ് പഠിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ലാപ്ടോപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, T വിശ്വനാഥൻ, VV സജിത, TP സമീറ, കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രഭാഷ് ലാൽ, പ്രമോട്ടർ തമ്പായി M എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയും IMA പയ്യന്നൂരും സംയുക്തമായി പയ്യന്നൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി ജീവൻ രക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 29 ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ IMA പയ്യന്നൂർ ഘടകത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി ജീവൻ രക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജ്യോതി PM, ഡോക്ടർ ജയരാജ്, ഡോക്ടർ ഹരിദാസ്, ഡോക്ടർ അനിൽകുമാർ, ജാക്സൺ എഴിമല, നഴ്സിംഗ് സൂപ്രണ്ട് ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSKTU കാങ്കോൽ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു. കാളീശ്വരത്ത് നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം P ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSKTU കാങ്കോൽ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു. കാളീശ്വരത്ത് നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം P ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാകുന്ന എത്രയോ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്ന ഗവൺമെന്റാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും 57,400 കോടി രൂപ ഈ കേരളത്തിന് അർഹതപ്പെട്ടിട്ടുള്ള ഫണ്ട് തരാതെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കടുത്ത അവഗണന കാണിക്കുന്ന ഒരു സാഹചര്യത്തിലും ചടങ്ങിൽ U ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത്. KK മധുസൂദനൻ, KP കണ്ണൻ, NK ഗംഗാധരൻ മാസ്റ്റർ, PV കുഞ്ഞിക്കണ്ണൻ, KP രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ ശിവക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. ഞായറാഴ്ച ക്ഷേത്രത്തിൽ കലാപരിപാടികൾ കാണാൻ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്.
കാങ്കോൾ ശിവക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. ഞായറാഴ്ച വിവിധങ്ങളായ നൃത്തങ്ങൾ കോർത്തിണക്കിയ നൃത്തസമന്വയം അരങ്ങേറി. നിരവധി പേരാണ് നൃത്തസമന്വയം കാണുവാനായി എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവരാണോ എന്ന് സമൂഹത്തോട് തുറന്നു പറയണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ചീമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും KP സുരേന്ദ്രന്റെ 35ാം രക്തസാക്ഷിത്വ ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മാത്തിൽ കരിയാപ്പിലെ സാഗർ പേൾ മീൻ കമ്പനി പ്രദേശത്ത് ദുരിതം വിതയ്ക്കുന്നു. മീൻ കമ്പനി അടച്ചുപൂട്ടുക എന്ന ആവശ്യമുന്നയിച്ച് CPIM മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P. ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസത്തിന്റെ നിറക്കാഴ്ചയായി ചെറുകുന്നിലും ബൊമ്മക്കൊലു ഒരുക്കി നവരാത്രി ആഘോഷം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലൊരുക്കിയ ബൊമ്മക്കൊലു കാണാൻ എത്തുന്നത് നിരവധി ആളുകൾ. മുൻമന്ത്രി PK ശ്രീമതി ടീച്ചറുടെ ഭർത്താവും സാംസ്കാരിക പ്രവർത്തകനും റിട്ടയർഡ് അധ്യാപകനുമായ E. ദാമോദരന് വിട നൽകി നാട്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ പഴയങ്ങാടി അതിയടത്തെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.